ഹായ് ഹലോ ആദ്യം തന്നെ എല്ലാവർക്കും നീനാസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് നമ്മൾ പഴയൊരു തുണി കഷ്ണം വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളാരും നല്ല തുണി ബാക്കിയുണ്ടെങ്കിൽ തുണിയൊക്കെ തച്ചിട്ട് ബാക്കിയുണ്ടാവുമല്ലോ, ആ തുണി ആരും കളയാൻ നിൽക്കേണ്ട, നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ പണ്ട് തച്ചിട്ടുള്ളൊരു ചുരിദാറിൻ്റെ പീസ് കളയാതെ ഇതുപോലെ ബോക്സിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതൊരു വെൽവെറ്റിൻ്റെ ക്ലോത്താണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഫ്ലവർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനിതുപോലൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് എല്ലാം നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ തുണിയുടെ മാക്സിമം നമുക്ക് എങ്ങനെ തുണി കട്ട് ചെയ്തെടുക്കാമോ അതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അല്പം പോലും വേസ്റ്റ് ആക്കാത്ത വിധത്തിലാണ് ഞാൻ ഓരോ തുണിയും ഇങ്ങനെ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങളും ചെറിയ തുണിയാണെങ്കിൽ കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതുപോലെ വേസ്റ്റ് ആക്കാതെ തന്നെ നമുക്ക് എല്ലാം വെട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാം വെട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കമ്പിയാണ്. അപ്പോൾ അത് നമുക്കെല്ലാം കട്ട് ചെയ്തതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. ഈ കമ്പി ഞാൻ 4 ഇഞ്ച് നീളത്തിലാണ് മുറിക്കുന്നത്. ഇനി നമുക്ക് കമ്പിയുടെ ഒരു വശം ഇതുപോലെ വളച്ചെടുക്കണം. എന്താണെന്ന് വെച്ചാൽ കമ്പി നമ്മുടെ ഈ ഫ്ലവറിൽ നിന്ന് ഊർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വളച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് ഫിക്സ് ആയിട്ട് ഇരുന്നോളാം. അപ്പോൾ നമ്മളിതുപോലെ കുറച്ച് പഞ്ഞി എടുക്കുക. എന്നിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചുരുട്ടി ഒരു പൂമൊട്ട് പോലെ ആക്കി എടുക്കുക. അപ്പം നമ്മൾ അതിന് ശേഷം നമ്മൾ അതിൻ്റെ അതേ കളറിലുള്ള നൂല് തന്നെ വെച്ച് കെട്ടാനായിട്ട് ശ്രമിക്കണേ. അതേ കളർ നൂല് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മളുള്ള വെച്ച് കെട്ടിയ ശേഷം നമ്മൾ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് പിന്നീട് നമ്മളിതിൻ്റെ പുറത്ത് ചുറ്റുമല്ലോ. അപ്പോൾ ആ നൂല് പുറത്തേക്ക് കാണാതെ അത് നല്ല പോലെ മറിച്ച് അങ്ങ് ചുറ്റിയെടുത്തേച്ചാൽ മതി. പിന്നെ ഈ ഫ്ലവറിനായിട്ട് വെട്ടിയിട്ടുള്ള ആ തുണിയുടെ അളവെന്ന് പറയുന്നത് 2.25 ഇഞ്ചാണ്. ഞാനിതൊരു ചുരിദാർ തച്ചതിൻ്റെ ബാക്കിയാണെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഫസ്റ്റിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ അല്ല, പക്ഷേ ആ ഡ്രസ്സിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 2 വർഷം മുന്നേ സ്റ്റിച്ച് ചെയ്ത ഒരു തുണിയാണ്. അത് ഇത്രയും നാൾ ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം നിങ്ങളും ഇതുപോലെ നല്ല തുണിയൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് പ്രയോജനപ്പെടുത്തിയെടുക്കാം. ഇതൊരു വെൽവെറ്റിൻ്റെ തുണി ആയതുകൊണ്ട് എനിക്കത് കളയാൻ തോന്നിയില്ല. നല്ല രസമാണല്ലോ ഇത് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഇത്രയും തുണി വെച്ചിട്ട് നമുക്ക് ഇത്രയും ഫ്ലവേഴ്സാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഇതൊന്ന് ചുറ്റിയെടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോന്നും നന്നായിട്ട് തന്നെ ചുറ്റിയെടുക്കാം. പിന്നെ ഇങ്ങനെ അറ്റം വരെ ചുറ്റണമെന്നൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ അടുത്തിന് സ്റ്റെമ്മിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുമല്ലോ, അപ്പോൾ ഇതെല്ലാം കവർ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ ടേപ്പ് നമുക്ക് ലാഭിക്കാം. അപ്പം നമുക്ക് ഇനി വേണ്ടത് ഇതുപോലത്തെ സ്റ്റെമ്മാണ്. അല്ല, ഈ സ്റ്റെമ്മില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈർക്കിൽ വെച്ചിട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ ഫ്ലവേഴ്സായിട്ടും ഇതുപോലെ ചുറ്റി എടുക്കാം. ഇനി നമുക്ക് അടുത്തൊരു ഫ്ലവർ കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ലീഫ് വെക്കണമെന്ന് താല്പര്യമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലീഫ് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതൊരു പാക്കറ്റിനകത്ത് ഇതിപ്പോൾ ഒരു കെട്ടായിട്ടാണല്ലോ ഉണ്ടായിരുന്നത്. ഇതുപോലത്തെ ഒരു 10 കെട്ടോളം ഉണ്ടായിരുന്നു ഒരു പാക്കറ്റിനകത്ത്. 30 രൂപയാണ് ഉണ്ടായിരുന്നത്. ഈ ഫ്ലവേഴ്സിൻ്റെയൊക്കെ സാധനങ്ങൾ വാങ്ങുന്ന ഷോപ്പ് ഉണ്ടാവുമല്ലോ, അവിടെ കിട്ടും. അപ്പം ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ ഇതുപോലെ ലീഫ് വെക്കണമെന്ന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ വെക്കാം. ഞാനിപ്പോൾ ഇതിൽ വെക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം വെച്ച് കാണിച്ചതാണ്. ഞാൻ ഇതുപോലെ തന്നെ വെൽവെറ്റിൻ്റെ ക്ലോത്തിൽ മറ്റൊരു ഫ്ലവർ ചെയ്തിട്ടുണ്ട്, മറ്റൊരു പൂ കൂടെ. അപ്പോൾ അത് ആദ്യത്തെ വീഡിയോയിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഫ്ലവറിൻ്റെ ഇടയിൽ ഇതുപോലെ ലീഫ് വെച്ചിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് ഇതിന് ഞാൻ വെക്കുന്നില്ല. വെക്കാതെ തന്നെ ഒന്ന് വെച്ച് നോക്കിയപ്പോൾ എനിക്കത് ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ലീഫ് വെക്കാതെയാണ് ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങൾ ലീഫ് വെച്ച് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ചെയ്യുക. ഞാൻ എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. അടുപ്പിച്ചടുപ്പിച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ആ ലീഫ് വെച്ചിട്ട് ചെയ്ത അതിൽ ഞാൻ ഇതുപോലെ അല്ല ചെയ്ത്, കുറച്ചുകൂടെ ആ തണ്ടുകൾക്ക് നീളം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ഫ്ലവറിൻ്റെ ഒപ്പം തന്നെ ലീഫ് ചുറ്റിയ ശേഷമാണ് ഞാൻ ഈ സ്റ്റെമ്മിലേക്ക് അതൊന്ന് ചുറ്റിയെടുത്തത്. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, താല്പര്യമുള്ളവർ അതൊന്ന് പോയി കാണുക. അപ്പോൾ ഇതിൽ ഞാൻ ഇതുപോലെ എല്ലാം ചുറ്റിയെടുക്കുന്നുണ്ട്. സ്റ്റെമ്മിൽ എല്ലാ ഫ്ലവേഴ്സും അറ്റാച്ച് ചെയ്ത ശേഷം ഇതുപോലെ ഓരോന്നും ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ഓരോന്നും വിടർത്തി കൊടുക്കാനായിട്ട് മറക്കരുതേ.
ഇപ്പോൾ ഫുൾ ഫ്ലവേഴ്സും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 5 സ്റ്റെമ്മിലാണ് ഞാൻ ഇവിടെ ഫുള്ള് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ മറ്റൊരു ഇതിലും ചെയ്തിട്ടുണ്ടെന്ന്, മറ്റൊരു ക്ലോത്തിലും. അത് വെൽവെറ്റിൻ്റെ ക്ലോത്ത് തന്നെയാണ്, റെഡ് കളറിലെ. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട, ലീഫ് വെച്ചിട്ടുള്ളതാണോ അതോ ലീഫ് ഇല്ലാണ്ട് ചെയ്തതാണോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ അടുത്ത വീഡിയോ ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.